കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യെശയ്യാ 55 8-9 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. എനിക്ക് വലിയ ഇഷ്ടമുള്ള വാക്യങ്ങളാണ്. വളരെ എന്നെ സഹായിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാക്യങ്ങൾ. എന്താ നമ്മളിവിടെ വായിക്കുന്നത്? യെശയ്യാ 55 8-9 വാക്യങ്ങളില് എന്റെ വിചാരങ്ങൾ, അതായത് ദൈവം, സർവശക്തനായ ദൈവം ഇതാരാ പറയുന്നേ? എല്ലാത്തെയും സൃഷ്ടിച്ച വാക്കിനാലോ ഉരുവാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാത്തെയും ഉരുവാക്കിയ ദൈവം, സർവശക്തനായ ദൈവം പറയുവാണ് യെശയ്യാ 55 8-9 വാക്യങ്ങളില്, എന്റെ വിചാരങ്ങള് നിങ്ങളുടെ വിചാരങ്ങളല്ല. ഇപ്പൊ നമ്മളുടെ ഹൃദയത്തില് നമ്മളുടേതായ പല വിചാരങ്ങളുണ്ട്. നമ്മളെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആ മൈൻഡ്സ് ഹാവ് ടു ബി റിന്യൂഡ് എന്നൊക്കെയാണ് റോമർ 12 വാക്യത്തിൽ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിന്റെ ചിന്തകള് ഓടെ നമ്മളായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ. പരിശുദ്ധാത്മാവിന്റെ ചിന്ത, അത് ആത്മാവിന്റെ ചിന്ത ജീവന സമാധാനമാണെന്ന റോമർ 8 വാക്യത്തിൽ, മൈൻഡ് സെറ്റ് ഓൺ ദി സ്പിരിറ്റ് ഇസ് ലൈഫ് ആൻഡ് പീസ്. നമ്മളുടെ മനസ്സ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്നും നിറഞ്ഞ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മളുടെ ചിന്തകള് ജീവന്റെ എന്ന് പറഞ്ഞാല് നിത്യജീവൻ, കർത്താവിന്റെ സ്വഭാവമാണ് നിത്യജീവൻ. നമുക്കറിയാം, ജീവന്റെയും സമാധാനത്തിന്റെയും ആ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മളുടെ ചിന്തകള് പോകുന്നെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തില് ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ ഇന്നുള്ളത് നമ്മളുടേതായ ഒരു സ്വയത്തിൻ്റെതായ ചില വിചാരങ്ങളാണോ, അതോ ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഇന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ അറിയുന്നേ? നമ്മളുടെ സ്വയത്തിന്റെ വിചാരങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് റോമർ 8 തന്നെ അത് പറയുന്നുണ്ട്. റോമർ 8 ആത്മാവിന്റെ ചിന്തയും പറയുന്നുണ്ട്, ജഡത്തിന്റെ ചിന്തയും പറയുന്നുണ്ട്. റോമർ 8 വാക്യത്തില് ഞങ്ങള് ചിന്തകളെ കുറിച്ച് കൂടുതൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരും കൂടെ സൈക്യാട്രിസ്റ്റുകള്. റോമർ 8 വാക്യത്തില് ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത, മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഇസ് ഡെത്ത്. നമുക്കൊരു ഫ്ലഷ് ഉണ്ട്, നമുക്കൊരു സെൽഫ്. നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ സെൽഫ്, ഫ്ലഷ്, ഈഗോ, സ്വയജീവൻ, സെൽഫ് ലൈഫ്, സോൾ ലൈഫ് എന്നെല്ലാം അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ ഒരു സെൽഫ് നമുക്കുണ്ട്. ആ സെൽഫാണ് ജഡമാണ് നമ്മളെ അതിനും കേൾക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ആ സെൽഫ് നമ്മൾ ഇന്ന് ആ ഒരു ജഡത്തിന്റെ സ്വാധീനത്തിലാണോ, അതോ യഥാർത്ഥത്തില് കർത്താവേ ഇന്ന് ഇവിടെ ഈ സുപ്രഭാതത്തില് എന്നെ ഇവിടെ കർത്താവേ സഭയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുമ്പോ അവിടത്തേക്ക് എന്താ എന്നോട് പറയാനുള്ളത്, അവിടത്തേക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് എന്നുള്ളൊരു ആ ഒരു ദാഹത്തോടാണ് നമ്മളായിരിക്കുന്നത്. ആത്മാവിന്റെ ചിന്ത, അവിടെ നമ്മൾ ജഡത്തിന്റെ ചിന്ത, അതായത് ജഡം നിയന്ത്രിക്കുന്ന ചിന്തകൾ. ആ ചിന്ത എന്നുള്ള വാക്ക് മനസ്സ് എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. മൈൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഫ്രോനിയോ എന്നുള്ളൊരു വാക്കാണ്, ഫ്രോണിമ എന്ന് പറഞ്ഞൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് വൺ ഹാസ് ഇൻ ദ മൈൻഡ്, തോട്ട്സ്, പർപ്പസസ് എന്നൊക്കെയാണ് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഒരു മനസ്സിൽ നിറയുന്ന ആ ചിന്തകള്, നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം കുറിക്കുന്ന ഒരു ഫ്രോണിക് നെർവ് എന്നൊക്കെ എന്തെങ്കിലും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫ്രെനിക് നെർവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായി. ഡയഫ്രത്തെ ഇന്നോവേറ്റ് ചെയ്യുന്ന ഫ്രെനിക് നെർവ്, അതിൽ നിന്നൊക്കെ ഫ്രോണിമ. അപ്പൊ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ചിന്തകള് ഒന്നുകിൽ പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻസില്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ. അതാ എന്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും എന്ന് പറഞ്ഞ കർത്താവ് അവിടെ യെശയ്യാ 55 വാക്യത്തിൽ നമ്മൾ കേട്ടത്. അപ്പൊ ദൈവത്തിൻ്റെതായ വിചാരങ്ങളും വഴികളും ഉണ്ട്, ദൈവത്തിൻ്റെതായ മനസ്സുണ്ട്. നമ്മളുടേതായ ഒരു സ്വയത്തിന്റെ ലെവലില് നമ്മുടെ ജഡത്തിൻ്റെതായ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ പഠിത്തത്തെ കുറിച്ച്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുണ്ട്, പഠിത്തം, പരീക്ഷ, മാർക്ക്. അപ്പൊ ഇന്ന് സ്വയത്തിൻ്റെതായ, നമ്മുടെ ജഡത്തിൻ്റെതായ വിചാരം എന്താ? പരീക്ഷ വരുന്നു, അപ്പൊ അതുകൊണ്ട് മീറ്റിംഗ്സ് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് ഓൺലൈനായിട്ട് ചിലര് അറ്റൻഡ് ചെയ്തെന്ന് വരുത്തും, ചിലർ ഓൺലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യത്തില്ല. പരീക്ഷയ്ക്ക് ഇരുന്നൊക്കെ പഠിക്കുക. സ്വയത്തിന്റെ വിചാരങ്ങളാണ്. അവിടെ മരണമാണ്, സമാധാനമില്ല, ജീവനും ഇല്ല, മരണമാണ്.
ആ മരണം പിന്നെ റിസൾട്ട് വരുമ്പോൾ കാണുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ലോകത്തിന്റെ ആൾക്കാർക്കാണെങ്കിൽ അവര് ഇരുന്ന് എങ്ങനെങ്കിലുമൊക്കെ ഇരുന്ന് ഒക്കെ പഠിച്ചാൽ അവർക്ക് മാർക്ക് കിട്ടും. എന്നാൽ ദൈവമക്കള്, ദൈവം വിളിച്ചിട്ടുള്ളവര് അവര് ദൈവം നല്ല അടി കൊടുക്കും എന്ന് പറഞ്ഞേ, സഭായോഗങ്ങളെ മിസ് ചെയ്താല്. ഇപ്പൊ നമ്മള് പ്രാർത്ഥിച്ചപ്പോൾ ഡേവിഡ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ഡിസിപ്ലിനിങ്ങിലൂടെ വരുന്നെന്ന് പറഞ്ഞതുപോലെ, എന്നുവെച്ചാല് നമ്മള് എന്താണ് പറയുന്നേ, നമ്മള് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ചില ഡിസിപ്ലിനിങ്, ദൈവം എന്തിനാ ഡിസിപ്ലിനിങ് തരുന്നത്? ചില അടികള്, ചില തട്ടല്, ചില ഒന്ന് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ തട്ടി ഒന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നത് പോലെ കർത്താവ് പെട്ടെന്ന് ഒന്ന് തട്ടുക നമ്മുടെ ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടല് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന അങ്ങ് മാർക്ക് കിട്ടുന്ന നമ്മളുടെ സ്വയത്തിൻ്റെതായ വിചാരം. എന്നാൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത ഈ ഞായറാഴ്ച മീറ്റിങ്ങിന് വരുന്നത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. അത് അതിന്റെ ഒരു ബഹിർസ്ഫുരണം മാത്രം, ചെറിയൊരു മാനിഫെസ്റ്റേഷൻ മാത്രം. എന്നാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ, കർത്താവെ എന്റെ ജീവിതത്തിന് എല്ലാം അല്ല, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം, കർത്താവെ എന്റെ വിചാരങ്ങള്, എന്റേതായിട്ടുള്ള ചില വിചാരങ്ങളുണ്ട്. എന്നാൽ കർത്താവെ ദൈവത്തിൻ്റെതായ വിചാരങ്ങളുണ്ട്. കർത്താവെ എന്റെ വിചാരത്തില് പഠിച്ച മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാനിരുന്ന് പഠിക്കണ്ടേ, ഞാനിരുന്ന് ടെൻഷൻ അടിച്ചു, വെപ്രാളപ്പെട്ട് ഒന്നും തലയിൽ കയറുന്നില്ല, ഭയങ്കര ടെൻഷൻ വെപ്രാളത്തോടെ ഞാൻ പഠിക്കുക. ഞാൻ എന്റെ സ്വയജീവനെ കാക്കുവാൻ നോക്കുന്നവന് അതിനെ കളയും. ഹിഹു നമുക്ക് ആ ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ നമ്മളുടേതായ ഒരു വിചാരമുണ്ട്, ദൈവത്തിൻ്റെതായ വിചാരമുണ്ട്. അതാ നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം, ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ നടത്തണം. നമ്മുടെ ഇപ്പം പഠിത്തത്തിന്റെ കാര്യമാവട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത് അത് ഇങ്ങനെ ചെയ്യണം, ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുക, ഇനി മുതൽ ഞാൻ അങ്ങനെ ആവും, ഇനി ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ആത്മീയ ജീവിതത്തിൽ തന്നെ ഈ പാപത്തെ ഇനി മുതൽ ഞാൻ അങ്ങ് ജയിക്കാൻ പോവുകയാണ്, ഇതുവരെ ഞാൻ തോറ്റു, ഇന്ന് മുതൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ, അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതലൊക്കെ ജയിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സ്വയത്തിൻ്റെതായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മള് ലോകക്കാരുടെ കൂട്ട് നമ്മള് മറ്റുള്ളവരോട് വഴക്കടിക്കാനും തർക്കിക്കാനും വാദിക്കാനും പല കാര്യങ്ങള്. അപ്പൊ അതാ ലൂക്കോസ് 9:24 ആരെങ്കിലും തന്റെ ജീവനെ, തന്റെ പ്രാണനെ എന്നാണ് എക്സാക്ട്ലി യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ലൈഫ് സുഖി അല്ലെങ്കിൽ സൈക്കി എന്നുള്ള ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ സ്വയജീവനെ ഒരാള് രക്ഷിക്കുവാനായിട്ട് ഇച്ഛിക്കുവാണെങ്കിൽ, അത് നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞത്, നമ്മളുടെ വിചാരം നമ്മൾ കണ്ടു അവിടെ സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പോലെ നമ്മൾ മലയാളം ട്രാൻസ്ലേഷൻ അവിടെ യെശയ്യാ 55:8-9 വാക്യങ്ങൾ വായിക്കുന്നതിന് ഷമായി എന്ന് പറയുന്ന ഒരു എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് ആകാശമെന്നും സ്വർഗമെന്നും ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിൽ ആസ് ദ ഹെവൻസ് ആർ ഹയർ ദാൻ ദ എർത്ത്. അതായത് ആകാശം എന്നുള്ളതിനെക്കാട്ടിലും അവിടെ കുറച്ചുകൂടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ സ്വർഗം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ ആണ് നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും. കുറച്ചൊരു നേരിയ വ്യത്യാസമല്ല. നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അതിന് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ആവും എന്ന് നമ്മളുടെ സ്വയത്തിലുള്ള പല വിചാരങ്ങളും. എന്നാൽ കർത്താവേ, ഞാൻ എന്റെ ജീവനെ, എന്റെ സ്വയജീവനെ, എന്റെ പ്രാണനെ, എന്റെ സ്വയജീവനെ ഞാൻ ഇങ്ങനെ രക്ഷിക്കുവാനായിട്ട് ഇച്ഛിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിനെ കളയുമെന്ന് പറഞ്ഞാല് ആ സൈഖി എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മളുടെ സ്വയജീവൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്, രണ്ട് നമ്മളുടെ പ്രാണൻ, നമ്മളുടെ സോൾ, ദേഹി എന്നുള്ളൊരു അർത്ഥമുണ്ട്. നമ്മുടെ സ്വയജീവനെ നമ്മള് രക്ഷിക്കാനായിട്ട് ഇച്ഛിച്ചാല് നമ്മളുടെ ദേഹിയെ നമ്മൾ കളയും എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചുള്ള അവന്റെ ആത്മാവിന്റെ രക്ഷ നടന്നു കഴിഞ്ഞു. ദേഹത്തിന്റെ രക്ഷ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കും. ഇപ്പൊ എന്താ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവന്റെ ദേഹിയുടെ രക്ഷയാണ്, അവന്റെ ജീവരക്ഷ പ്രാപിക്കുവോളം എന്നൊക്കെ എബ്രായർ 10-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിലെ പ്രിസർവിംഗ് ഓഫ് ദ സോൾസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് അവന്റെ ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുക. ആ ദേഹിയുടെ രക്ഷ 30% നടക്കണം, 60% നടക്കണം, അത് 100% നടക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ നമ്മൾ ആ ഒരു 30 മേനി 60 മേനി 100 മേനി ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് കണ്ടു. അപ്പൊ ആ ദേഹിയുടെ രക്ഷയുടെ ആത്മാവിന്റെ രക്ഷ നടന്നു കഴിഞ്ഞു. അത് കർത്താവ് നമ്മള് മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവെ ഞാൻ പാപിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു വരുന്നതിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മ വന്നപ്പോഴത്തേക്കും ആത്മാവിന്റെ രക്ഷ നടന്നു. ഇനിയിപ്പോ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ദേഹിയെ ഏതൊരളവില് നിയന്ത്രിക്കുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു, അതിനനുസരിച്ച് ദേഹിയുടെ രക്ഷ നടക്കുന്നത്. അതായത് ദേഹി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മനസ്സുണ്ട്, ചിന്തകളുണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്. അതെല്ലാം ഏതൊരളവില് രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്
എന്താ മരവും പുല്ലും വൈക്കോലും കൊണ്ടാണ് നമ്മളത് കേട്ടു. 1 Corinthians 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ ബ്രദർ വായിച്ച് കേട്ടു. മരവും പുല്ലും വൈക്കോലും കൊണ്ടുള്ളതാണോ അതോ പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള ഉള്ള പണിയാണോ എന്നുള്ള കാര്യമൊക്കെ, ദേഹിയുടെ രക്ഷ എത്രമാത്രം നടക്കും എന്നുള്ള കാര്യം അത് അന്ന് ഒരു നാളില് അത് അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലൂടെ അന്ന് കടന്നു പോകുമ്പോൾ, ന്യായസ്ഥത്തിന് മുമ്പാകെ കടന്നു പോകുമ്പോൾ അന്നത് വെളിയിൽ വരും. വലിയൊരു ക്വാണ്ടിറ്റിയോടെ വലിയ ഞാൻ ഇത്രയൊക്കെ അക്കംപ്ലിഷ് ചെയ്തിരിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്ര വലിയ ശുശ്രൂഷ ചെയ്തു, ഇത്ര പേരെ ഞാൻ രക്ഷിച്ചു, ഇത്ര കൺവെൻഷൻ നടത്തി, ഇത്ര പ്രസംഗങ്ങൾ പ്രസംഗിച്ചു, ഇത്ര വലിയ വലിയ ചർച്ചകള് അത് ഇതൊക്കെ പറഞ്ഞ് വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ചിലർ ഇങ്ങനെ വരും. അഗ്നിയിലൂടെ കടന്നു വരുമ്പോ അഗ്നിയില വെന്തിരിച്ചിട്ട് അവസാനം മരുഭൂമി മേഖലയായിട്ട് എന്തൊക്കെയോ അവിടെ എന്തോ കച്ചിത്തുരുമ്പം കണ്ട് ഏതാണ്ട് ചാരവും കാര്യങ്ങളും ഒക്കെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോ, അഗ്നിയിലൂടെ ഒക്കെ കടന്നു കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോ ഒന്നുമില്ല, ഏതാണ്ട് കുറച്ച് ഏതാണ്ട് അവിടെ അങ്ങോട്ട് പറ്റിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ കഷ്ടിച്ച് രക്ഷയ്ക്കപ്പെട്ടു, വിശ്വാസത്തിൽ അവസാനം വരെ നിലനിന്നു, വലിയൊന്നും പുകഴാനൊന്നുമില്ല. എന്നുവെച്ചാൽ അവര് ജസ്റ്റ് മിനിമം പാസ് 30% 30 ഫലം കായ്ച്ചു. കുറച്ച് പേരുടെ ആണെങ്കിൽ 60%ഒക്കെ കുറെയൊക്കെ അവര് ദൈവത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് ചെയ്തു. പിന്നെ ചിലരുടെ അവരവരുടെ ജീവിതം കർത്താവേ, എന്റെ സ്വയജീവനെ എനിക്ക് കാക്കണ്ട. എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിലുള്ള ഈ ലോകപ്രകാരമുള്ള എന്റെ ഈ ജഡമാണ് ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരു എന്റെ സ്വയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആൾക്കാരെ, എന്റെ കൂട്ടുകാരെന്ത് ചിന്തിക്കുന്നു, കൂട്ടുകാർ പറയുന്നു ലൈഫ് എൻജോയ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് ഞാൻ ലോകക്കാരുടെ പിന്നാലെ അങ്ങ് പോകുന്നു. അല്ലെങ്കിൽ ബാക്കി നമ്മളുടെ ഓഫീസിലോ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ കൂടെയുള്ളവര് പറയുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അതിൻ്റെതായ ലോകത്തിൻ്റെതായ പല രീതികൾക്കൊത്ത് നമ്മൾ ആടിയും പാടിയും അങ്ങ് പോകുന്നു. അപ്പം എന്താ പറ്റുന്നേ, നമ്മളുടെ സ്വന്തം ജീവനെ ഞാൻ അവിടെ രക്ഷിക്കാനായിട്ട് നോക്കുക. അപ്പം എന്റെ എന്റെ പ്രാണനെ ഞാൻ നിത്യതയ്ക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അത് നഷ്ടമായിക്കൊണ്ടിരിക്കുക. അന്ന് നിത്യതയിൽ അത് കർത്താവിന്റെ ന്യായത്തിന് മുമ്പായിട്ടായിരിക്കും അത് തെളിഞ്ഞു വരുന്നതെന്ന് ഞാൻ എന്റെ ദേഹിയെ കളഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ പ്രാണനെ ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ അവിടെ എന്താ പിന്നെ വായിക്കുന്നേ, എന്റെ നിമിത്തം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് ഇപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു അടുത്തുനിന്ന് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങളൊക്കെ കോട്ടേജ് മീറ്റിംഗ്സ് മിസ് ചെയ്യുന്നവരെ കുറിച്ച് എനിക്ക് വളരെ സഹതാപമുണ്ട്. എന്ന് വെച്ചാൽ കോട്ടേജ് മീറ്റിംഗ്സിൽ ഞങ്ങൾ യോഹന്നാന്റെ സുവിശേഷം അത് വാക്ക് പ്രതിവാക്യമായിട്ട് അവിടെ കർത്താവിന്റെ ക്രൂസിഫിക്ഷൻ ഒക്കെ ആയിരുന്നു, കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ചൊക്കെ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് കർത്താവിന്റെ ആത്മീയമായിട്ടുള്ള വ്യഥ, ക്രൂസില് സഹിച്ച ആത്മീയമായിട്ടുള്ള വ്യഥ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നത് അധികമാണ്. എന്നാൽ കർത്താവിന്റെ ശാരീരികമായിട്ട് കർത്താവ് ക്രൂസിൽ സഹിച്ച ആ വ്യഥ തന്നെ നമ്മൾ ആലോചിച്ച, അയ്യോ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അത്രയെല്ലാം സഹിച്ചു. ആ റോമൻ പടയാളികളെ നമ്മൾ യോഹന്നാൻ 19:1 വായിക്കുന്നുണ്ട്. പിലാത്തോസ് റോമൻ പടയാളികളെ കൊണ്ട് അവനെ അടുപ്പിച്ചു. പൈലറ്റ് കോട്ട് ഹിം സ്കേഴ്സ്ഡ് ബൈ ദ സോൾജേഴ്സ്. അപ്പൊ ആ സ്കേർജിങ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ചാട്ടവാറടികൾ. ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ എന്റെ നിമിത്തം എന്താ ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലും എന്റെ നിമിത്തം, യേശുവിന്റെ ആ സ്നേഹം കണ്ടുകൊണ്ട് കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി എത്ര വലിയൊരു സാക്രിഫൈസ് ചെയ്തു. അത് കണ്ടുകൊണ്ട് ഞാൻ എന്റെ സ്വയജീവനെ ഞാൻ കളഞ്ഞാലും ഞാൻ എന്റെ ദേഹിയെ നിത്യതയ്ക്കായിട്ട് അത് കാത്തുകൊള്ളും. യോഹന്നാൻ 12:25 ഇതേ വാക്യം തന്നെ പറയുമ്പോൾ കീപ് ഇറ്റ് ടു ദ ലൈഫ് ഇറ്റേണൽ, ആ സോളിനെ നിത്യജീവനായിട്ട് കാത്തുകൊള്ളൂ എന്ന് അവിടെ യോഹന്നാൻ 12:25 ഇതേ വാക്യം തന്നെ പറയുന്നേ. അപ്പൊ അവിടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പം കർത്താവ് സഹിച്ച ആ പങ്കപ്പാടുകള്, ആ റോമൻ പടയാളികളുടെ ആ ചാട്ടവാർ എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് ഈ കൂർത്ത എല്ലിൻ കഷ്ണങ്ങളും പല ബ്ലഡ് പീസസും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അതെല്ലാം കൂടെ ഉള്ള പല സ്ട്രാൻഡ്സ് ആയിട്ടുള്ള ചാട്ടവാറ്, അതെല്ലാം കൂടെ ഇങ്ങനെ ഒരു ചൂണ്ടയുടെ കുളത്ത് മാതിരി പുറത്തേക്ക് അടിച്ച് പുറം ഉഴുവുചാല് പോലെ കീറിയെന്നൊക്കെയാണ് നമ്മളവിടെ സങ്കീർത്തനം 129 2 വാക്യം. അത് നമ്മൾ എല്ലാവർക്കും അറിയാവോ വാക്യം, ഞങ്ങൾ ഈ അടുത്തും അത് എടുക്കുന്നുണ്ടായിരുന്നു. 129 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, ഉഴുവകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന് സങ്കീർത്തനത്തില് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? കർത്താവിനെ കുറിച്ചാണ്. The plovers plowed upon my back, they lengthened their furrows. അതുപോലെ ഈ ചാട്ടവാറടി ഉഴവുചാലി കയറുന്നത് പോലെ കർത്താവിന്റെ പുറം എല്ലാം കൂടെ തല്ലിപ്പൊളിച്ചു. അതുപോലെയുള്ള അസഹനീയമായുള്ള വേദനയും അതിന് ശേഷം പിന്നെ
വസ്ത്രം എല്ലാം കൂടെ അവർ ഊരി, അവർ പിന്നെ ഒരു ധൂമ്ര വസ്ത്രം, ചുവപ്പ് വസ്ത്രം, പേർപ്പിൾ റോബൊക്കെ ധരിപ്പിക്കുമ്പം ഈ രക്തമെല്ലാം വാർന്നൊലിച്ച് മാംസമൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന വസ്ത്രം പിടിച്ചു വലിക്കുമ്പോൾ ആ മാംസം കൂടെ ഒക്കെ കുറഞ്ഞ് ഇളകി വരും, രക്തം എല്ലാം കൂടെ വാർന്നൊഴുകും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കർത്താവിന് സ്വന്തം ക്രൂശ് ചുമക്കാൻ പോലും എന്റെ നിമിത്തം ജീവനെ കളയുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കർത്താവിന്റെ വിചാരത്തിലേക്ക് നമ്മുടെ സ്വന്തം വിചാരത്തിൽ നിന്ന് കർത്താവിന്റെ വിചാരത്തിലേക്ക് എത്തുന്ന വഴിയെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ കർത്താവിന് സ്വന്തം കുരിശെടുക്കാൻ പോലും ആരോഗ്യം പോലും ഇല്ലായിരുന്നു കർത്താവ്. അതുകൊണ്ട് ഒരു കുറേനക്കാരനായിട്ടുള്ള ശീമോനെ പിടിച്ച് നിർബന്ധിച്ച് കുരിശെടുപ്പിച്ചെന്ന് നമ്മളവിടെ വായിക്കുന്നത്. പുള്ളിക്കാരനെ കുറച്ചൊരു മസിലും ബലമൊക്കെ ഉള്ള ഒരു പയ്യനായ ഒരു യുവാവായിട്ട് ഒരു മനുഷ്യനായിട്ട് അവർ കണ്ടു കാണും. അപ്പൊ അതുകൊണ്ട് കർത്താവിന് ക്രൂശ് എടുക്കാൻ, അതായത് ആ തലേദിവസം രാത്രിയിൽ, ആ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയിൽ അവരിങ്ങനെ കെട്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെരോദാവിന്റെ അടുത്തേക്ക് അയക്കുന്നു. പിന്നെ പിലാത്തോസിന് ആദ്യം അന്നാന്റെ അടുക്കേക്ക് ചെല്ലുന്നു, പിന്നെ കയ്യഫാന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, പിന്നെ പിലാത്തോസിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, പിന്നെ ഹെരോദാവിന്റെ അടുത്തേക്ക് അയക്കുന്നു, പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് വരുന്നു, പിന്നെ റോമൻ പടയാളികളുടെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവര് എന്തെല്ലാം ചെയ്യുന്നു. അതിനിടയിൽ കർത്താവിന് ദാഹിച്ചെങ്കിൽ ആരെങ്കിലും വെള്ളം കൊടുത്തോ? എന്റെ കർത്താവിന് ആരെങ്കിലും വെള്ളം കൊടുത്തു? കർത്താവ് മുൾമുടിയെല്ലാം തറച്ച് രക്തമൊക്കെ വാർന്നൊലിച്ച് കയ്യിലൊരു ചെങ്കോല് മാതിരി ഒരു ഒരു റീഡ് അവർ കൊടുത്തു. അത് പിന്നെ പിടിച്ച് വാങ്ങിച്ച് അത് തലക്കിട്ടടിച്ചു, തുപ്പി, അങ്ങനെയെല്ലാം അതെല്ലാം സഹിച്ചപ്പം കർത്താവിന് അത്രയും രക്തമെല്ലാം വാർന്നൊലിക്കുമ്പം പല റോമൻ പടയാളികളുടെ ആ മർദ്ദനം ഏറ്റു തന്നെ പലരും മരിച്ചു വീഴുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ചിലര് മാനസിക വിഭ്രാന്തിയിലേക്ക് പോകും, ചിലര് ബോധം കെട്ട് വീഴും, അങ്ങനെയൊക്കെയുള്ള അതുപോലെ ഭയങ്കര അത് ചട്ടവാറടിയും കാര്യങ്ങളും. അപ്പൊ കുടിക്കാനോ വെള്ളമോ അല്ലെങ്കിൽ ആഹാരമോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? അവരങ്ങനെ നിർത്തി അങ്ങോട്ട് നടത്തിപ്പിച്ചു, കൈയും കാലും എല്ലാം കെട്ടിക്കൊണ്ട് പോയെന്ന് നമ്മള് അന്നാസിന്റെ അടുക്കിലേക്ക് ആ ഗെത്സമനെ തുടർന്ന് കർത്താവിനെ കെട്ടിക്കൊണ്ട് പോയതായിട്ട് നമ്മള് യോഹന്നാൻ 19 അധ്യായത്തിൽ വായിക്കുന്നത്. കർത്താവ് ആ ഒരു ബന്ധനസ്ഥനായിട്ട്, ആ കെട്ടപ്പെട്ടവനായിട്ട് അങ്ങനെല്ലാം പോയി അവസാനം കുരിശിന്റെ ആ ഒരു ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബീം, വെർട്ടിക്കൽ ആയിട്ടുള്ള ബീം, ആ ലംബമായിട്ടുള്ള ആ പലക, അത് അവിടെ ആ സാധാരണ ക്രൂശിക്കുന്നിടത്ത് തന്നെ, ഗുൽഗോഥ മലയിലാണെങ്കിൽ അവിടെ തന്നെ അവരെ സ്ഥാപിച്ചേക്കും. അതിന്റെ ഹൊറിസോണ്ടൽ ബീം എടുത്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെടുന്നയാള് പിൻചെല്ലേണ്ടത്. അപ്പം ഹൊറിസോണ്ടൽ ബീം എന്ന് പറഞ്ഞാൽ ആ തിരശ്ചീനമായിട്ടുള്ള ആ പലകയ്ക്ക് ഏകദേശം ഒരു ചരിത്രകാരന്മാര് പറയുന്ന വെച്ചാൽ അതിന് ഏകദേശം 50 കിലോ ഭാരമുണ്ട്. 34 മുതൽ 56 കിലോ ഭാരമൊക്കെയാ ഈ കുരിശിന്റെ കുരിശിന്റെ ഹൊറിസോണ്ടൽ ബീമിന്റെ ഭാരമായിട്ട് പറയുന്നത്. 50 കിലോ ഭാരം, നമ്മൾക്കൊരു 10 കിലോ അരിച്ചാക്കി എടുക്കുന്നതിന്റെ വെയിറ്റ് നമുക്കറിയാം. അപ്പം ഇത്രയും ക്ഷീണിതനായിട്ടുള്ള ഒരു മനുഷ്യന് 50 കിലോ ഭാരം ചുമക്കാൻ പറയുമ്പോൾ മൊത്തം കുരിശിന് 135 കിലോ ആണ് രണ്ടും കൂടെ ചേർത്ത്. എന്നാൽ ഈ ഹൊറിസോണ്ടൽ ബീം മാത്രം എടുക്കാൻ തന്നെ ഒരു 50 കിലോ ഭാരമുണ്ട്. അപ്പം അത് എടുക്കാൻ പോലും വയ്യാതെ കർത്താവിന് വേറൊരാൾക്ക് കർത്താവിന്റെ കുരിശ് എടുത്ത് സഹായിക്കേണ്ടി വരുത്ത രീതിയിൽ അത്രമാത്രം കർത്താവ് ക്ഷീണിതനായിട്ട് അവശനായിട്ട് വീണുപോയൊരു നാഥൻ. ആ കർത്താവ് പറയുന്നത് എന്റെ നിമിത്തം, അതാ നമ്മളിപ്പോ ലൂക്കോസ് 9:24 നമ്മളിപ്പോ വായിച്ച്, എന്റെ നിമിത്തം കർത്താവ് എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്ത്? കർത്താവിന് അവിടെ സ്വർഗത്തില് ആരാധനയൊക്കെ സ്വീകരിച്ച്, ദൂതന്മാരുടെ ആരാധനയൊക്കെ സ്വീകരിച്ച് അവിടെ സ്വർഗത്തിലെ സർവോന്നതനായിട്ട് അങ്ങ് വസിച്ചാൽ പോരായിരുന്നു. എന്നാൽ ഇവിടെ ഈ പാഴ്ഭൂമിയില് സന്ദീപ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ട് ഞാന് നരകത്തിലേക്ക് പോകുമല്ലോ, ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ ഒരു മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പേര് അവിടെ കാണുക. എന്റെ ഈ മകൻ, എന്റെ ഈ മകള്, അവന് നരകാഗ്നിയിലേക്ക് പോകുമല്ലോ എന്ന് കർത്താവ് അന്ന് കണ്ടു. ഗെത്സമനെ തൊട്ടടുത്ത് വെച്ച് തന്നെ കർത്താവ് അത് ഓർത്തു. കർത്താവ് കുരിശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഓരോ അടികൾ കൊള്ളുമ്പോഴൊക്കെ എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിക്കുന്നേ. അപ്പനമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവര് പല പാടുകളൊക്കെ പെടുന്നത് പോലെ കർത്താവ് അന്ന് എന്നെ ഓർത്തു, നമ്മൾ ഓരോരുത്തരെയും ഓർത്തു. കർത്താവ് എന്നെ രക്ഷിക്കാനായിട്ട്, കർത്താവ് എനിക്ക് വേണ്ടി എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു യാഗമായിട്ട് തീരണം. അതിനുവേണ്ടി ആ രക്തം മുഴുവൻ ചിന്തപ്പെടണം. രക്തത്തിലാണ് ജീവനുള്ളത്, രക്തത്തിലാണ് പ്രാണനുള്ളതെന്നാണ് ദൈവപുസ്തകം 17:11 നമ്മൾ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ആ രക്തം മുഴുവൻ ചിന്തപ്പെട്ടാലേ കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും നമുക്കായിട്ട് ചൊരിഞ്ഞ് അതൊരു യാഗമായിട്ട് തീരത്തുള്ളൂ. അപ്പൊ രക്തം മുഴുവൻ ചിന്തപ്പെടണമെങ്കിൽ ഇതുപോലൊരു മരണം വേണം. വെറുതെ ഒരു വെടിവെച്ച് കൊന്നായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് മരിച്ചേ, അങ്ങനെ വെറുതെ മരിച്ചാൽ പോരാ. രക്തം മുഴുവൻ ചിന്തി വേണം കർത്താവിന് മരിക്കാൻ. അപ്പൊ അതുകൊണ്ട്
കർത്താവിന്റെ പുനരുദ്ധാന ശക്തി ശരീരത്തില് വേറെ രക്തമൊന്നുമില്ല. കർത്താവിന്റെ എന്റെ മാംസവും എല്ലുകളും കാണുമെന്നാണ് ലൂക്കോസ് 24 അധ്യായത്തിലെ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം ആരോഹണം ചെയ്തതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പ്രത്യക്ഷപ്പെടുമ്പോൾ സീ മൈ ഫ്ലഷ് ആൻഡ് മൈ ബോൺസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് ഒന്നും ഇല്ല പുനരുദ്ധാന ശരീരത്തില്. സമ്പൂർണ്ണമായിട്ട് ആ രക്തമെല്ലാം എനിക്കായിട്ട്, നമുക്ക് ഓരോരുത്തർക്കായിട്ട് നമ്മളുടെ പേര് അവിടെ എടുത്ത് എനിക്കായിട്ട്. ഞാൻ കുഞ്ഞുങ്ങളോടെ പറയുന്നത്, നിങ്ങളെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായിരിക്കും, എന്നാൽ എനിക്കായിട്ട് കർത്താവ് ആ രക്തമെല്ലാം ചിന്തിയെന്നുള്ള കാര്യം നിങ്ങൾ കർത്താവ് ജീസസ് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം ഞാൻ എന്റെ പാപം, നമ്മളുടെ ഡിസബീഡിയൻസ്, നിങ്ങൾ അപ്പനമ്മമാരെ അനുസരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നതോ വഴക്കിടുന്നതോ അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങളുടെ ഡിസബീഡിയൻസും നിങ്ങളുടെ ഗുരുത്തക്കേടും നിങ്ങളുടെ അനുസരണമില്ലായ്മയും നിങ്ങളുടെ ദേഷ്യവും വാശിയും, അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള നരക ശിക്ഷയാണ്. അതിന് നിത്യമാണ് ഹെല്ലിലുള്ള പണിഷ്മെന്റ്. എന്നാൽ എന്റെ മോനെ, എന്റെ കുഞ്ഞ് നരകത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എവിടെയുണ്ട്? എന്റെ അർപ്പിതയെന്നോ ജ്യോത്സനെന്നോ ജോഹാനെന്നോ ജ്യോതിസെന്നോ ജിസ്വെന്നോ കുഞ്ഞുങ്ങളുടെ പേര് ഓരോരുത്തരും നിങ്ങളുടെ പേര് അവിടെ ഇട്ടിട്ട്, നിരഞ്ജന, എന്റെ കുഞ്ഞ് നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാനിതെല്ലാം സഹിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഫുള്ളായിട്ട് രക്തം ചിന്തപ്പെടണം. അപ്പൊ ഫുള്ളായിട്ട് രക്തം ചിന്തപ്പെടണം. അവസാനം ആ ഹാർട്ടിൽ കുറച്ച് രക്തം, ഹാർട്ട് ആ രക്തം പമ്പ് ചെയ്യുന്നേ, അപ്പൊ ഹാർട്ടിൽ കുറച്ച് രക്തം ഇങ്ങനെ അവശേഷിക്കും. എന്നാൽ അതും കൂടെ ചിന്തപ്പെടണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ വിലാവില് വന്ന് ഒരു പടയാളി കുത്താനിടയാക്കി. അപ്പൊ അങ്ങനെ രക്തവും വെള്ളവും കൂടെ അവിടെ ആ രക്തവും വെള്ളവും എന്ന് പറയുമ്പോൾ പെരിക്കാർഡിൽ എഫ്യൂഷനൊക്കെ ഉണ്ടായി കാണും. അതിനിടയിൽ നിന്നൊക്കെയാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. വെച്ചാല് അതുപോലെ ആ രക്തവും വെള്ളവും എല്ലാം കൂടെ, അതിന് ആത്മീയാർത്ഥമുണ്ട്. രക്തവും വെള്ളമാകുന്ന വചനവും എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്നാൽ അക്ഷരികമായിട്ട് തന്നെ കർത്താവിന്റെ ആ അവസാനത്തുള്ള രക്തവും ആ വിലാവില് ആ ഹാർട്ടിലേക്ക് കുത്തി കയറുമ്പോഴത്തേക്കും ഫുള്ള് രക്തം. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ആ സ്വയജീവനെ, പ്രാണനെ, തന്റെ രക്തത്തിലാണ് പ്രാണനുള്ളത്. അപ്പൊ കർത്താവ് തന്റെ പ്രാണൻ നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ട് തന്നെ രക്തത്തിലുള്ള പ്രാണൻ നമുക്കായിട്ട് അങ്ങ് ചിന്തുകയായിരുന്നു. കർത്താവ് അവസാനത്തുള്ള രക്തവും പോകണം. അപ്പൊ അതുകൊണ്ട് ദേഹം അസകലമുള്ള മുറിവുകൾ കൊണ്ട് എല്ലാ രക്തങ്ങളിലെ രക്തം എല്ലാം വാർന്നൊലിച്ചു. പിന്നെ കാലിലും ആണിയടിച്ചു, കയ്യിലും ആണിയടിച്ചു. പിന്നെ അവര് മുൾക്കിരീടം, തലയെ മുതലുള്ള രക്തക്കുഴലിൽ നിന്ന് നല്ല രക്തം എല്ലാം വാർന്നൊഴുകണം. അപ്പം മുൾക്കിരീടവും അത് കഴിഞ്ഞിട്ട് ഈ റീഡ് വെച്ച് കോല് വെച്ച് അവരെല്ലാം ആണിയടിക്കുകയെല്ലാം ചെയ്ത് ആ രക്തം അവസാനമായിട്ട് ചിന്തപ്പെടണം. അങ്ങനെ ബാക്കിയുള്ള ക്രൂസിലെ കള്ളന്മാരൊന്നും അതുപോലല്ല മരിച്ചത്. അവിടെ രക്തമൊന്നും വാർന്നൊലിച്ച് ഫുള്ള് പോയില്ല. എന്നാൽ അവസാനമുള്ള രക്തവും ആ കാൽവരി മണ്ണില് അത് വീണു എനിക്കായിട്ട്, എന്റെ പാപത്തിനായിട്ട്, എന്നെ രക്ഷിക്കുവാനായിട്ട്, എന്നെ സമ്പൂർണമായിട്ടും എന്റെ ആത്മാവിനെ മാത്രമല്ല എന്റെ ദേഹത്തെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് സമ്പൂർണമായിട്ടുള്ള ഒരു യാഗമായി. അപ്പൊ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ. അപ്പൊ ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ എന്ന് പറയുമ്പോൾ ഞാന് കഴിഞ്ഞ 1-2 ആഴ്ചക്ക് മുമ്പ് പറയുന്നതിനെക്കാട്ടിലും ആഴത്തിൽ നിന്ന് ഇന്ന് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാല് കർത്താവ് മരിച്ചു എന്നുള്ളത് ഒഫ്കോഴ്സ് അതിനു മുമ്പ് അങ്ങനെ ലാഘവത്തോടല്ല നമ്മൾ പറഞ്ഞു, എങ്കിൽ പോലും ആ കർത്താവ് സഹിച്ച ആ ഒരു വലിയ വേദന, എന്നാൽ ഇതിനേക്കാളും എല്ലാം ഉപരിയാണ് നമ്മൾ സംഗ്രഹം കേട്ടിട്ടുള്ളത് പോലെ അവസാനം പിതാവിനാലും കൈവിടപ്പെട്ടവനായിട്ട് കർത്താവ് പിതാവിനാലും എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് ഇരുളില് ആ നിത്യമായിട്ടുള്ള നരകാഗ്നി, നമ്മൾ നിത്യമായിട്ട് സഹിക്കുന്ന നരകാഗ്നി എല്ലാം ആ ഒരു 3 നാഴിക നേരത്തില് കർത്താവ് അതെല്ലാം സഹിച്ചു എനിക്ക് വേണ്ടി. കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചു എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് ജീവൻ നൽകാൻ വേണ്ടി. കർത്താവ് തന്റെ ആ പ്രാണനെ നൽകിയിട്ട് കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ നിത്യജീവൻ എനിക്ക് തരാൻ വേണ്ടിയാണ്. അപ്പൊ ഞാന് ഇന്ന് എന്റെ വിചാരങ്ങളും കൊണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പം എന്റെ വിചാരങ്ങള് എങ്ങനെ ലോകക്കാരെ, എന്റെ ചുറ്റുമുള്ളവരെങ്ങനെ നടക്കുന്നു, അവരുടെ കൂട്ടത്തില് ആ ഒരു രീതിയിലാണ് നമ്മളുടെ വിചാരങ്ങൾ. നമ്മൾ ചിലപ്പോ ചില ഭയം, പേടി, വെപ്രാളം, ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ അതെല്ലാം എന്റെ വിചാരമാണ്. എനിക്ക് ആ കാര്യം കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ എനിക്കൊരു ധൈര്യമില്ല. എനിക്ക് എന്റെ ഭർത്താവിനോട്, ഭാര്യയോട് കർത്താവിന് വേണ്ടി ഒരു കാര്യം പറയാൻ എനിക്ക് ധൈര്യമില്ലെങ്കിൽ ഞാൻ അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുക, എന്റെ നാമം കെട്ടപ്പെട്ടിരിക്കുക. നമുക്ക് അവിടെ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സ്കൂളില് നമുക്ക് പറയേണ്ട ഒരു സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി, ഞാൻ എൻ്റെ ജീസസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നതാണെന്ന് പറയാന് നമ്മളെ ഒരു ധൈര്യമില്ലാതെ നമ്മളെ നാവ് ഉണങ്ങിപ്പോയിരിക്കുവാണ്, നമ്മളുടെ നാവിറങ്ങിപ്പോയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിചാരത്തിലാവില്ല, നമ്മളുടെ ജഡത്തിന്റെ വിചാരത്തിൽ,
നമ്മളുടേതായ വിചാരം. എന്നാൽ കർത്താവിന്റെ വിചാരങ്ങൾ സ്വർഗീയമായിട്ടുള്ള വിചാരമാണ്. ആ വിചാരത്തിലേക്ക് ഞാൻ എത്തപ്പെടാനായിട്ട് കർത്താവ് എന്ത് ചെയ്തേ? ഇത്രയും വലിയൊരു ആഴത്തിലുള്ള ഒരു യാഗമായിട്ട് കർത്താവായി തീർന്നു. അപ്പൊ എന്റെ നിമിത്തം, അതാ നമ്മളിപ്പം ലൂക്കോസ് 9:24 അതാ നമ്മൾ വായിച്ച്, എന്റെ നിമിത്തം ആ നിങ്ങള് എന്റെ നിമിത്തം നിങ്ങളുടെ ജീവനെ കളയുവാണെങ്കിൽ അതിനെ രക്ഷിക്കും. നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ നിങ്ങൾ കളയുവാണെങ്കിൽ നിങ്ങളുടെ ദേഹിയെ നിങ്ങൾ രക്ഷിക്കും. നിങ്ങളുടെ ദേഹി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് അധികമായിട്ട് വരും. അധികമായിട്ട് നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടും. അധികമായിട്ട് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ എന്റെ വിചാരങ്ങൾ തന്നെ നിങ്ങളുടെ വിചാരങ്ങളുമായി തീരുന്ന തരത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടും. അതാ ക്രിസ്തീയ ജീവിതം. എന്നുവെച്ചാൽ കർത്താവ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എത്രയധികം എന്റെ ചിന്തകൾ ഇന്ന് യേശുവിന്റെ ചിന്തകളായി തീർന്നിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 1:2-16 ഇങ്ങനെ പറയുന്നുണ്ട്, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന്. അവിടെ മലയാളം സത്യവേദ പുസ്തകം ട്രാൻസ്ലേഷനിൽ നമുക്കോ ക്രിസ്തുവിന് മനസ്സുണ്ടെന്ന് പറയുന്നത് തെറ്റായ ട്രാൻസ്ലേഷൻ. എന്ന് വെച്ചാൽ കൊരിന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ മനസ്സ് പോയിട്ട് പിന്നെ സാധാ ഒരു മനസ്സും ഇല്ലായിരുന്നു. അവർക്ക് ജഡികളുടെ മനസ്സേ ഉള്ളായിരുന്നു. എന്നാൽ 1:2-16 നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നുള്ളത് ഞങ്ങളോ എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ വി ഹാവ്, കൊരിന്ത്യൻ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുത്തിയല്ല പറയുന്നത്. പൗലോസ് ആ ലേഖനം എഴുതുന്നത് സോസ്തനസിന്റെ കൂടെയാണെന്നുള്ള കാര്യം 1-ാമത്തെ വാക്യത്തിൽ സോസ്തനേസും കൊരിന്തുള്ള സഭയ്ക്ക് എഴുതുന്നത്. അപ്പം പൗലോസും സോസ്തനസും തന്നെ കൂട്ടുവേലക്കാരെ ചേർത്ത് നിർത്തിയാ പറയുന്നത് ഞങ്ങൾക്കോ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാല്, ഞാൻ രക്ഷിക്കപ്പെടുമ്പം ഞാൻ ഇങ്ങനെ എന്റെ വിചാരങ്ങള് ഈ ലോകത്തിന്റെ വിചാരങ്ങൾ പോലെ ഇങ്ങനെ സിങ്ക്രണൈസ്ഡ് ആയിട്ടിരിക്കുവാണ്. ഈ ഭൂമിയുടേതാണ്, ഭൂമിയിലെ കാര്യങ്ങളെ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഭൂമിയുടെ സുഖങ്ങള്, ജഡിക സുഖങ്ങളാവട്ടെ, ജഡിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ലൈംഗിക പാപങ്ങള്, പിന്നെ ഭക്ഷണം, ഉറക്കം, അതൊക്കെയുള്ള ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലേക്ക് പോകുന്ന കാര്യങ്ങള്, അതാണ് ജഡിക സുഖങ്ങള്. പിന്നെന്താ കൺമോഹം, ജഡമോഹൻ ജീവിതത്തിൽ പ്രതാപം. ജഡമോഹം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പറഞ്ഞു ജഡമോഹം എന്ന് പറഞ്ഞാല് ലൈംഗികതയാവട്ടെ, ഉറക്കമാവട്ടെ, ഭക്ഷണമാവട്ടെ, അതൊക്കെ കർത്താവ് വെച്ചിരിക്കുന്ന വൃത്തം. അതിന് വെളിയിലേക്ക് പോകുമ്പോഴാണ് അത് ജഡമോഹം ആവുന്നത്. അപ്പൊ ആ ഭൂമിയിലുള്ള, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ളത് എന്റെ വിചാരങ്ങള്. പിന്നെന്താ ജഡമോഹമുണ്ട്. പിന്നെന്താ കൺമോഹം, കാണുന്നതെല്ലാം വേണം. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങള്, ആ പണത്തോടുള്ളൊരു ആക്രാന്തം, അതാണ് എന്റെ ഈ ഭൂമിയിലുള്ള വിചാരം. പിന്നെന്താ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാല്, അവിടെ ഞാൻ അത്ര മോശക്കാരനല്ല, എന്നെ എല്ലാവരും അങ്ങനെ മാനിക്കണം, എന്നെ എല്ലാവരും ഒന്ന് ബഹുമാനിക്കണം, എന്നെ എല്ലാവരും എടുത്തു പറയണം, എന്നെ എല്ലാവരും കരുതണം, എന്നെ എല്ലാവരും അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഞാനാകുന്ന വിഗ്രഹത്തിന് ഒരു പോറൽ തട്ടുമ്പോഴത്തേക്ക് എന്റെ ഇടയ്ക്ക് അങ്ങനെ സംസാരിക്കുന്നു, ഞാൻ ആരാന്നാ വിചാരം, ഞാൻ ഇത്ര വലിയ ആളാ, എന്നിട്ട് എന്റെ ഇടയ്ക്ക് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്. നമുക്ക് ദേഷ്യം വരുന്നു, കോപം വരുന്നു, ആകുല ചിന്തകള്, വെപ്രാളം, ടെൻഷൻ, ഇതൊക്കെ എല്ലാം ഈ ജഡം, ഞാൻ എന്നുള്ള ആ സ്വയത്തിന്റെ വിഗ്രഹത്തിൽ പോറൽ പറ്റുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളത് ആണ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളുടെ ഭൂമിയിലെ വിചാരങ്ങൾ. നമ്മൾ രക്ഷിക്കപ്പെട്ട് രക്ഷയിൽ വളരുന്നെന്നുള്ളത് എങ്ങനെ അറിയുന്നേ? നമ്മൾ കൂടുതൽ ബൈബിൾ വായിച്ചത് കൊണ്ടോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിവ് ഉള്ളത് കൊണ്ടോ, അതൊക്കെ അതുകൊണ്ടൊന്നും നമ്മൾ രക്ഷയിൽ വളരുന്നുള്ളതിന് ഒരിക്കലും ഒരു തെളിവല്ല. അതെല്ലാം വേണം. എന്നാൽ ആ അറിവ് നമുക്കൊരു വെളിപ്പാടായിട്ട്, നമ്മുടെ ദേഹിയിലുള്ള ഒരു അറിവ് നമ്മളുടെ അനുഭവമായിട്ട്, അനുസരണമായിട്ട് ആയിത്തീരുമ്പോഴാ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്റെ ആ സ്വന്തം ഇഷ്ടത്തെ ഇവിടെ എന്ന് പറഞ്ഞപ്പോ 2 ഫൗണ്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞു, 2 അടിസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. 2 അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, ഒന്ന് മണലിന്മേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പം എന്ത് ഈ പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല്, എന്റെ സ്വന്തം ഹിതമാകുന്ന, എന്റെ സ്വന്തം ഇഷ്ടമാകുന്ന ഒരു പാറയുണ്ട് ഞാൻ. എന്റെ ദൈവത്തിന്റെ വിചാരങ്ങൾ അങ്ങ് സ്വർഗീയ വിചാരങ്ങൾ, സ്വർഗീയമായിട്ടുള്ള വഴികളും സ്വർഗീയ വിചാരങ്ങളും കർത്താവിന്റെ. എന്റെ വിചാരങ്ങളും വഴികളും ഒക്കെ ഈ ഭൂമിയിലുള്ളതാണ്. സ്വാഭാവികമായിട്ട് എന്റെ ജഡത്തിൻ്റെതായ, എന്റെ ജഡത്തിൽ യാതൊരു നന്മയില്ലെന്നാണ് റോമർ 7:18 നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ കയറി പോകുന്നേ? അതിനുവേണ്ടി നമുക്കിപ്പോ ഇവിടുന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു സ്റ്റേഴ്സ് വേണം എന്ന് പറഞ്ഞതുപോലെ, താഴ്ന്ന് മുകളിലോട്ട് കയറി പോകാനായിട്ട് ഈ ഭൗമികമായ വിചാരങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും മുകളിലോട്ട് കയറി പോകാനായിട്ട് ദൈവം എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഏണി തന്നിട്ടുണ്ട്. അതാരാ ഏണി? യേശു കർത്താവ് പറഞ്ഞ് ഞാൻ തന്നെ ആ ഏണി എന്നാ പറയുന്നത്. അവിടെ നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ
അതിന്റെ എന്റെ മേല് കർത്താവ് തന്നെ ഒരു ഏണിയായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചിലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നമ്മളുടെ ജഡികമായ വിചാരങ്ങളിൽ നിന്ന് സ്വർഗീയമായ വിചാരങ്ങളിലേക്ക് പോകാനുള്ള ഏണി ആരാന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം 51-ാമത്തെ വാക്യം എന്താ അവിടെ പറയുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ദൈവദൂതന്മാർ എന്ന് പറയുമ്പോൾ ഏഞ്ചൽസ് ഓഫ് ഗോഡ്, സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരാണെങ്കിൽ അവരാദ്യം ഇറങ്ങണം, അത് കഴിഞ്ഞിട്ട് കയറണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന്. അപ്പൊ ആരാ ദൈവദൂതന്മാര്? ഈ ദൂതൻ എന്നുള്ള വാക്ക് ആംഗലാസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ആ ആംഗലാസ് എന്നുള്ള പദത്തിന് ഏഞ്ചൽ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം, മെസ്സഞ്ചർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. KJV ബൈബിളില് 179 തവണ ഏഞ്ചൽ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, എന്നാൽ 7 തവണ അത് മെസ്സഞ്ചർ, ദൂതൻ, അതായത് ഒരു ദൂതവാഹകൻ എന്നുള്ള അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മർക്കോസ് 1:2 യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ എന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് മെസ്സഞ്ചർ. അതുപോലെ നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ മെസ്സഞ്ചർ ടു ദ ചർച്ച്, സഭയിലെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പം അവിടെ സ്വർഗത്തിലെ മാലാഖയുടെ കാര്യമല്ല പറയുന്നത്, അവിടെ മെസ്സേജ് വഹിക്കുന്ന ആ സഭ തന്നെ, ആ സഭയുടെ മെസ്സേജ് വഹിക്കുന്ന സഭയെ കുറിച്ച് പറയാം. അപ്പൊ ദൈവദൂതന്മാരാണ് കർത്താവാകുന്ന ഏണിയിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന. ഇത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് യാക്കോബ് ഒരു സ്വപ്നം കാണുന്നതാണ്. അപ്പൊ ഒരുപക്ഷെ നദാനിയോട് കർത്താവ് ഇത് പറയുന്നേ. അപ്പൊ നദാനിയില് അത്തിമരത്തിന് കീഴിലിരിക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അത്തിമരത്തിന്റെ കീഴിൽ നദാനിയിൽ ഒരുപക്ഷെ ഈ പോർഷനൊക്കെ വായിച്ചുകൊണ്ടിരുന്നതായിരിക്കും. അപ്പോ കർത്താവ് പറയുക, നീ അത്തിമരത്തിന് അടിയിലായിരിക്കുമ്പോൾ ഞാൻ കണ്ടു, ഐ സോ യു വെൻ യു വെർ അണ്ടർ ദ ഫിഗ് ട്രീ എന്ന് പറയുമ്പോൾ അത് ദൈവം മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ലെന്ന് നദാനിലിന് അറിയാം. അപ്പൊ നദാനില് മനസ്സിലായി യേശു ചിലർക്കാരനല്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരുപക്ഷെ നദാനിയിൽ വായിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി 28-ന്റെ 12-ാമത്തെ വാക്യം, ആ ഒരു യാക്കോബ് അവിടെ കല്ലിനെ തലയണയാക്കി കിടന്നുറങ്ങുമ്പോൾ കാണുന്ന ഒരു ഡ്രീമിനെ കുറിച്ച്, നമ്മളെ ഒരു സ്വപ്നത്തെ കുറിച്ച് വായിക്കുന്ന, അവിടെ ഏണിയെ കുറിച്ച് വായിക്കുന്ന, അവിടെയും ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് നമ്മളവിടെ വ്യക്തമായിട്ട് അവിടെ ഉൽപ്പത്തി 28-ന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ കർത്താവ് അത് പറയുമ്പോൾ ദൈവദൂതന്മാരാണ് ഇത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരെ ഈ ദൈവദൂതന്മാരാണ്? മെസ്സഞ്ചേഴ്സ്. നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവിന്റെ ദൂത് ലഭിക്കുന്നവര്, ശ്രേഷ്ഠോപദേശം സിയോനിൽ വാണിടുവാനായി അവൻ എനിക്ക് ശ്രേഷ്ഠോപദേശം തന്നു. കർത്താവിന്റെ ഉപദേശം കിട്ടിയ, കർത്താവിന്റെ ദൂത് കിട്ടിയ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ദൂതന്മാര്. ഈ ദൂതന്മാര് എന്ത് ചെയ്യണം? സ്വർഗത്തിലേക്ക് കയറണം. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഭൂമിയിലാ ജീവിക്കുന്നത്. വെള്ളം വെള്ളത്തിലുണ്ട് വെള്ളം വെള്ളത്തിലുണ്ട് എന്നാൽ വെള്ളം വെള്ളത്തിലില്ല എന്ന് പറയുന്നത് പോലെ. അതുപോലെ ടംഗസ്റ്റർ മാതിരി കാര്യങ്ങൾ പറഞ്ഞു. അത് എന്തോ വിശുദ്ധരായ ദൈവം അശുദ്ധരായ നമ്മളെ വിശുദ്ധരാക്കി, അശുദ്ധരായ ജനങ്ങളുടെ നടുവിൽ വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിച്ചു എന്ന് പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ നമ്മള് അശുദ്ധരായ ഒരു ലോകത്തിന് നടുവിലുള്ളേ, എന്നാൽ അവിടെ വിശുദ്ധരായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഏണി കയറണം, ഏണി കയറി ഇറങ്ങുകയും ചെയ്യണം. എന്ന് പറഞ്ഞാല് ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു ചെല്ലണം. ആ ദൈവസാന്നിധ്യം കൊണ്ട് വേണം ഞാൻ ഈ ഭൂമിയിലെ, എൻ്റെ ജോലി സ്ഥലത്താവട്ടെ, ഞാൻ എൻ്റെ അടുക്കളയിലാവട്ടെ, ഞാൻ എൻ്റെ പാടത്താവട്ടെ, പറമ്പത്താവട്ടെ, സൂപ്പർ മാർക്കറ്റിലാവട്ടെ, കടയിലാവട്ടെ, റോഡിലാവട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ ഒരു കയറി ഇറക്കം. ഇതേ യോഹന്നാൻ 10-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തില് കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ തന്നെ വാതിലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അകത്ത് പോകുമ്പോഴും മേച്ചിൽ കണ്ടെത്തും, പുറത്ത് പോകുമ്പോഴും. അകത്ത് പോകുമ്പോഴും പറഞ്ഞാല് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പോകുന്നു. കർത്താവാകുന്ന വാതിലിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ലെന്ന് യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നു. അപ്പം പിതാവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിലേക്ക് നമ്മൾ വരുന്നു. പിന്നെ പുറത്തു പോകുന്നെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജോലി, സെക്യുലർ ആയിട്ടുള്ള നമ്മുടെ ജോലി, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പലരോട് വർത്താനം പറഞ്ഞു. അപ്പോഴും ഈ ഒരു ദൈവസാന്നിധ്യം, കർത്താവിന്റെ ആ ഒരു ചിന്തകളോടെ സ്വർഗത്തിൽ നിന്ന് കയറി കർത്താവിന്റെ ചിന്തകളൊക്കെ കിട്ടി, കർത്താവിന്റെ ചിന്തകളോടെ, കർത്താവിന്റെ ചിന്തകളും വഴികളും പ്രാപിച്ചവരായിട്ടാണ് നമ്മൾ ഈ ഭൂമിയില് ജീവിക്കേണ്ടത്. അതാ ഏണിയിൽ കയറി ഇറങ്ങിയ ദൈവദൂതന്മാരെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാരുടെ കാര്യമല്ല, നമ്മുടെ കാര്യമാണ് പറയുന്നത്. അത് അങ്ങനെ സ്വർഗത്തിലേക്ക് കയറുമ്പോഴാണ് എന്ത് കാണുന്നേ?
ഇതിലും വലിയവ നീ കാണും. യോഹന്നാൻ 1-ാം അധ്യായത്തിന് കർത്താവ് കറക്റ്റായിട്ട് ഇയർ ആകുമ്പോൾ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ തരുന്ന ഒരു വാഗ്ദത്വം ഇതാ. ഇപ്പോഴും ഇയർ ആയപ്പോഴത്തേക്കും ഈ ഒരു ഏണിയുടെ കാര്യമൊക്കെ വന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തില്, അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തില്, ഈ ഏണിയുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തില് നീ ഇതിനേക്കാൾ വലിയത് കാണും. നീ ഭൂമിയുടെ ഇവിടെ തന്നെ ഇന്ന് നമ്മളുടെ ക്രിസ്തീയ ലോകത്ത് അവര് പറഞ്ഞു, നീ ഇതിനേക്കാൾ വലിയ കാണും, നീ വലിയ വീട് കാണും, നീ വലിയ കാർ വാങ്ങിക്കും, നീ അവിടെ ഗൾഫിൽ പോകും, നീ അമേരിക്കയിൽ പോകും, നിനക്ക് അത് കിട്ടും, നിനക്ക് 8 കോടി കിട്ടുമെന്നോ അതോ 1.5 കോടി പേഴ്സ് കിട്ടുമെന്നോ ഏതാണ്ടൊക്കെ അവര് പറയാറുണ്ട്. ഇങ്ങനെ ഭൂമിയുടെ കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയവ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സെപ്പോഴും ഭൂമിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവർ ഭൂമിയുടെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. വലിയവ കാണും, അപ്പൊ വലിയ അത് കിട്ടും, ഇത് കിട്ടും, കൂടുതൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു വ്യാജ സുവിശേഷമുണ്ട്. എന്നാൽ കർത്താവ് ആ കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഇതിനേക്കാൾ വലിയ ഗ്രേറ്റർ തിങ്സ് ദാൻ ദീസ്, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ സമാധാനത്തോടുള്ള ഒരു ജീവിതം, ഇതിനേക്കാൾ വലിയൊരു താഴ്മയുള്ള ഒരു ജീവിതം, ഇതിനേക്കാൾ വലിയൊരു അഭിഷേകമുള്ള ഒരു ജീവിതം, ഇതിനേക്കാൾ വലിയൊരു ജയജീവിതം, എല്ലാത്തിനും കർത്താവിനെ പോലെ സംസാരിക്കുന്ന, കർത്താവിനെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിനേക്കാൾ വലിയൊരു ജീവിതം നീ കാണും. നീ ഇന്ന് ഇത് 2025 ഒരു വാഗ്ദത്തമായിട്ട് നമുക്ക് എടുക്കാം. യു സി ഗ്രേറ്റർ തിങ്സ് ദാൻ ദീസ്. ഈ എണിയിലൂടെ കയറണം, എന്നാലേ സ്വർഗീയമായിട്ടുള്ള കണ്ട് എണിയിലൂടെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നല്ല, കർത്താവിന്റെ സാന്നിധ്യത്തോടുകൂടി തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിതം, അതിനുവേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം? ഈ ഏണിയിലോട്ട് കയറണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, കർത്താവ് എങ്ങനെയായി ഏണിയായി തീർന്നത്? കർത്താവ് ഏണിയായി തീർന്നത്, കർത്താവ് ഒരു വഴിയായി തീർന്നു, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് കർത്താവ് അവിടെ യോഹന്നാൻ 14-ാമത്തെ വാക്യം നമ്മൾ സാധാരണ വിശ്വാസികളോട് പറയുന്നതെന്ന്. കർത്താവ് നമ്മളുടെ വഴിയാ, ഓരോ ദിവസം ജീവിക്കേണ്ട വഴിയാ സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പൊ ആ വഴി എന്നുള്ളതിന് വേറൊരു ഉദാഹരണം കർത്താവ് പറഞ്ഞ്, വേറൊരു എന്താ പറയുക ഉപമയായിട്ട് വേറൊരു കമ്പാരിസൺ കർത്താവ് പറഞ്ഞ്, എന്താ ആലങ്കാരികോട് പറഞ്ഞ് കർത്താവ് ഏണി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ കർത്താവ് ഈ നമ്മുടെ എനിമൽ എങ്ങനെ ഈ ചവിട്ടിപ്പടി വെച്ച് കയറുന്നേ? നമ്മള് ഇങ്ങനെ ചില അന്ന് ഇപ്പൊ ഇന്നൊക്കെ ആണെങ്കിൽ എന്താ എസ്കലേറ്റർ, ലിഫ്റ്റ്, പിന്നെ വേറെ ഏതാണ്ടൊക്കെ കുറെ സംഭവങ്ങളൊക്കെയാണ്. കയറി നിന്നാൽ മതി, അങ്ങ് മുകളിലോട്ട് കയറി പോയി. അന്ന് ചിലപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു. ഏണിമേൽ കയറുന്ന എങ്ങനെയാന്ന് ചോദിച്ചാല്, എന്താ നമ്മളെപ്പോഴും സാൻബേറിന് കേൾക്കുന്ന പോലെ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് മാർച്ച് ചെയ്യുന്ന പോലെ, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. അതാ ഈ ഏണിമേലുള്ള ഓരോ പടി എന്ന് പറഞ്ഞാൽ, കർത്താവെ എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ, എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ. കർത്താവ് ഗെത്സമനെ തോട്ടത്തിലെ വേർപ്പ് രക്തമാക്കി കർത്താവ് പ്രാർത്ഥിച്ച മത്തായി 26:39 നമുക്കറിയാം, എന്റെ ഇഷ്ടം പോലെയല്ല പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന്. കർത്താവ് അതൊരു ലാഘവത്തോടല്ല, അതുപോലെ അതീവ വ്യഥയോടെ പിതാവിൽ നിന്ന് വേർപെടാൻ പോകുന്നു എന്നുള്ള വലിയൊരു വേദനയോടെ കർത്താവ് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന കർത്താവിന്റെ ജീവിതത്തിലുടനീളം അങ്ങനെയായിരുന്നു. കർത്താവ് എന്തെങ്കിലും ഒരു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പം കർത്താവ് അതുപോലെ പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ സ്വർഗീയനായിട്ട് അങ്ങനെ ജീവിച്ചതല്ല. കർത്താവ് ഒരു മനുഷ്യനായിട്ട് നമ്മെപ്പോലെ തന്നെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ, ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷിലാണ് വന്നതെന്ന് റോമർ 8-ാമത്തെ വാക്യത്തിൽ അറിയാം നമുക്ക്. കർത്താവ് നമ്മളെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. എബ്രായർ 2-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം നമുക്കറിയാം. അപ്പൊ കർത്താവിന് ഈ ഭൂമിയില് ഒരു പൈതലായിട്ടായിരുന്നപ്പം മുതല് കർത്താവ് ഒരു തികഞ്ഞ പുരുഷനായിരിക്കുന്ന സമയമല്ല കർത്താവ് പിതാവിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? കർത്താവ് തൻ്റെതായ ഒരു ഇഷ്ടമുണ്ട്, എല്ലാ കാര്യത്തിലും തൻ്റെതായ ഒരു വിചാരമുണ്ട്. കർത്താവിനും എന്തുണ്ടായിരുന്നു? എന്റെ വിചാരങ്ങൾ, എന്റെ വഴികൾ എന്ന് പറയുന്ന പോലെ ഒരു ജഡം കർത്താവിനും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എപ്പോഴും എന്ത് പറഞ്ഞു? ഞാൻ എന്റെ ഇഷ്ടം പോലല്ല, പിതാവിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം ജീവനല്ല, പിതാവിന്റെ ഇഷ്ടം ജീവന ഞാൻ വന്നിരിക്കുന്ന യോഹന്നാൻ 6:38 5:30 ഒക്കെ നമ്മൾ വായിക്കുന്നത്. കർത്താവ് അപ്പോൾ ഓരോ സമയത്തും കർത്താവ് തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു 0 ആയിട്ട് താഴ്ത്തി, പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ, എന്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ. ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാൻ, ഇങ്ങനെ പ്രതികരിക്കാൻ, ഇങ്ങനെ പറയാൻ, ഇങ്ങനെ ചെയ്യാൻ ഒക്കെ ഒരു സ്വാഭാവികമായിട്ട് സ്വയത്തിന്റെ ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ട്. അപ്പം അല്ല, ഇത് സ്വയത്തിൻ്റെതായ ഒരു ചിന്തയാണ്. എന്റെ ഇഷ്ടം പോലല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇങ്ങനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ആ എന്റെ ഇഷ്ടം ഒരു പാറ പോലെ കട്ടിയുള്ള ഒരു പാറയാണ്. ആ പാറ ദൈവവചനമാകുന്ന ചുറ്റിക, ദൈവവചനത്തെ ഹാമറിനോടാണ് ഇവിടെ ജെറമ്യ 23:29 യെരമ്യാവ് 23:29 ദൈവവചനത്തെ ഒരു ചുറ്റികയോടെ ഇങ്ങനെ ഉപമിച്ചിരിക്കുക. അപ്പം എന്റെ സ്വൈഹിതമാകുന്ന ഒരു പാറയുണ്ട്, ആ പാറ പിളർക്കപ്പെടണം. അപ്പം അതുകൊണ്ട് കർത്താവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം,
അവിടുത്തെ വചനത്തിന് ഞാനങ്ങ് വിധേയപ്പെടുന്നു കർത്താവ്. ഓരോ സമയത്തും അവിടുന്ന് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവ്. എനിക്ക് എന്റെ വിചാരങ്ങൾ വേണ്ട, എനിക്ക് ഈ എണി കൂടെ കയറി കർത്താവ് അവിടുത്തെ വിചാരങ്ങൾ വേണം. ആ എണിയിൽ ഞാൻ കാലെടുത്ത് ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ കർത്താവ് എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ഓരോ എന്താ ഒരു ലാഡറിന്റെ ഓരോ സ്റ്റെപ്പ് ഞാൻ എങ്ങനെ എടുത്തു വെക്കുന്നത്, മുകളിലോട്ട് എടുത്തു വെക്കുന്നത് എന്റെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ സമയത്തും ഞാൻ അവിടെ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം വേഗം ഏണി കയറി അങ്ങ് മുകളിലേക്ക്. നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ടുള്ള ഒരു ചിലർ ഈ ഏണിയുടെ ഇങ്ങനെ തിലക്കി തന്നെ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ലോകത്തിന്റെ വിചാരങ്ങളാണ്. എന്നാൽ ചിലര് എത്രയധികം ക്രൂസ് എടുത്ത്, എത്രയധികം ലെഫ്റ്റ് റൈറ്റ് എടുത്ത് കർത്താവ് എന്റെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ വെളിച്ചത്തിനൊത്തവണ്ണം അവരങ്ങനെ വിശ്വസ്തരാണെങ്കിൽ അവർ നൂറുമേനി ഫലം കായ്ക്കുന്നവരായിട്ട് അവരുടെ ജീവിതാവസാനം അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അവർ കാണപ്പെടും. മറ്റുള്ളവര് ഈ 30% കയറിയവര് 60% കയറിയവരൊക്കെ കാണും. അവരൊക്കെ കർത്താവ് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ചമ്മലായിരിക്കും. അയ്യോ, ഞങ്ങള് ഇനി ഒത്തിരി കയറാനുണ്ട്, കർത്താവ് എണ്ണയുടെ മുകളിലെത്തിയില്ല എന്ന് പൗലോസ് പറയും. ഞാൻ ഓട്ടം തികച്ചു, ഞാൻ എണ്ണയുടെ മുകളിലെത്തി എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തില് ആത്യന്തികമായിട്ട് നമ്മൾ ഈ എണിയിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ എത്രമാത്രം ആ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു മനസ്സ്, ആ ക്രിസ്ത്യ ജീവിതത്തിലെ വളർച്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ലോകത്തിന്റെ വിചാരങ്ങളുള്ളവനാണ് ഞാൻ. ഇന്ന് എത്രയധികം എന്റെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സിനോടൊപ്പം ആയിത്തീർന്നു. ക്രിസ്തുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ആയിരിക്കട്ടെ എന്ന് ഫിലിപ്പിയർ 2:5 പറയുമ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ ഈ ക്രൂസിന്റെ കാര്യവും അവിടെ ആ താഴ്മയുടെ കാര്യവും കർത്താവ് തന്നെ ദൈവ മനുഷ്യനായി, മനുഷ്യൻ അടിമദാസനായി, പിന്നെ ക്രൂസിൽ കുറ്റവാളി എന്നോണം താഴ്മ 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 3 സീക്രട്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നൊക്കെ നമ്മൾ സാങ്ക്കളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം. അവിടെ അതിലേക്കൂടാണ് അങ്ങനെ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ നമ്മളുടെ ജീവിതത്തില് ഓരോ കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ പെരുമാറുന്നു, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അങ്ങ് ഡിലേ ആവുക, കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാനത് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം വരുന്നില്ല. അപ്പം നമ്മൾ സ്വർഗീയ മനസ്സുള്ളവരാണെങ്കിൽ എന്താ കർത്താവ് നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് നമുക്കൊരു സ്വർഗീയ മനസ്സുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ചിന്തകളെ ജീവന സമാധാനത്തിലേക്ക് വഴി നടത്തുവാണെങ്കിൽ നമുക്ക് അവിടെ സമാധാനം. കർത്താവ് അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. എന്റെ തലയിൽ ഒരു മുഴുവനും കർത്താവ് എന്നെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ കൺട്രോളിലാണ് എല്ലാം ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ റെവലേഷൻ 19:6 നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് ശേഷം പിന്നെയും ഞാൻ പലരോട് കൗൺസിൽ ചെയ്യുമ്പോൾ ആ വാക്യം തന്നെ പറയുമായിരുന്നു. വെളിപാട് 19:6 പറയുന്നത് എന്താ? സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് വെച്ചിരിക്കുന്നു. അതാ ഹല്ലേലൂയ ഫോർ ദ ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ്. പരിശുദ്ധാത്മ നമുക്ക് ആ വാക്യം ഓർപ്പ് വരും. ലോർഡ് ദ ഗോഡ് ഓൾമൈറ്റി റെയിൻസ്. ആരാ വാഴുന്നത്? പിശാചല്ല വാഴുന്നത്. അല്ലെങ്കിൽ ഈ നമ്മളുടെ മേലുള്ള പല മേലാധികാരികൾ, നമ്മളുടെ മേലെയുള്ള മാഡം, സാർ, ബോസ് അവരല്ല വാഴുന്നത്. ആരാ വാഴുന്നത്? സർവത്തെയും സൃഷ്ടിച്ച സർവ അധികാരിയായിട്ടുള്ള ലോർഡ് ദ ഓൾമൈറ്റി ഗോഡ് ഈസ് റെയിനിങ്. എല്ലാത്തിനും മേലെ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളതിനനുസരിച്ച് നമുക്ക് ആ ഒരു വെളിപ്പാടായിരിക്കും. ഓരോ സാഹചര്യം വരുമ്പോഴും കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കർത്താവിനെ പിലാത്തോസിനോട് പറഞ്ഞ കണക്ക് മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ല അധികാരം നിനക്ക് എന്റെ മേലുള്ളൂ എന്ന് കർത്താവിന് ആ പിതാവിന്റെ അതേ മനസ്സ് തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായിട്ട് വന്നിട്ടുണ്ടായത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവ് എപ്പോഴും തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിനാൽ അതുപോലെ അളവില്ലാതെ നിറയപ്പെട്ടുകൊണ്ടേയിരുന്നത് കൊണ്ട് പിതാവിന്റെ മനസ്സ് തന്നെ യേശുവിനും ഉണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിനുള്ള അതേ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ, നമ്മള് ഈ ഏണിപ്പടി മുകളിലോട്ട് കയറണമെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി നമ്മളുടെ ആ പാറയാകുന്ന ആ സ്വന്തഹിതം അത് ദൈവജനാകുന്ന ചുറ്റികയാൽ അടിക്കപ്പെട്ട് പിളർക്കപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പാറയ്ക്കും അടിയിലുള്ള ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മളുടെ ഭവനത്തെ പണിയാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മണലിന്റെ മീതെ വെച്ച് പണിത വലിയ ക്വാണ്ടിറ്റി മരം, പുല്ല്, വൈക്കോല് വെച്ച് വലിയ വീട് പണിയാൻ എല്ലാം കൂടെ തപ്പൊന്ന് താഴെ വീട് എന്തെങ്കിലും ഒരു കാറ്റോ കുള വരുമ്പോഴത്തേക്കും ദേ കിടക്കുന്നു. വേരൊന്നുമില്ലാത്ത മരങ്ങൾ പിഴുതെറിയപ്പെടുന്നത് പോലെ. എന്നാൽ ആഴത്തിലേക്ക് സ്വഹിതമാകുന്ന പാറയിൽ പിളർന്ന് ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ട് ആ കെട്ടിടം അത് എത്ര കാറ്റും കൂളൊക്കെ, എത്ര പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നാലും അവിടെ ആടിവിലയാതെ നിൽക്കുന്ന ഒരു ജീവിതം. അതാ ഞാൻ ആ വാക്യം കൂടെ നമ്മൾ തിരിച്ച യെശയ്യാവ് 55 വന്ന് ഞാൻ അങ്ങ് നിർത്തട്ടെ. യെശയ്യാവ് 55:8 വാക്യത്തിൽ അതാ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികള് എന്റെ വഴികളുമല്ല. ഈ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് കർത്താവിന്റെ വിചാരം നമുക്ക് കിട്ടുന്നത്. എന്താ ഈ വഴി എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞു. കർത്താവ് എങ്ങനെയാ വഴിയായി തീർന്നെന്ന് ചോദിച്ചാൽ, കർത്താവ് ആദ്യം ഒരു വാതിലായിട്ട് തന്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തി എന്നൊക്കെ നമ്മൾ എബ്രായർ 10:19-20 അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ ഒരു വാതിലാകാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു വലിയ കേട്ടൻ ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ നേരെ അങ്ങ് കീറുവാണെങ്കിൽ ഒരു വാതിലായി എനിക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നത് പോലെ
കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീല, ദേഹമാകുന്ന തിരശ്ശീല എന്ന് തെറ്റായിട്ടാണ് മലയാള സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എബ്രായർ 10:19-20 കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെട്ടു എന്ന് പറയുമ്പോൾ കർത്താവ് സ്വന്തം ഇഷ്ടം ഒന്നും ചെയ്യാതെ ദൈവഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് എങ്ങനെ ഇത് വാതിലായി തീർന്നെന്ന് വെച്ചാൽ, കർത്താവ് തന്റെ ജഡമാകുന്ന തിരശ്ശീലയെ ചിന്തപ്പെടുവാനായിട്ട് പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ ഒരു വാതിലുണ്ടായി. ആ വാതിലിലൂടെ നമ്മൾ നടക്കുമ്പോൾ കർത്താവ് പോയ വഴി അതാ ഞാൻ തന്നെ. ഞാൻ വാതിൽ മാത്രമല്ല, അതിനുശേഷമുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ ഏണിയും ഞാൻ തന്നെ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വിചാരങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ കർത്താവിന്റെ വഴിയിലൂടെ, കർത്താവാകുന്ന വഴിയിലൂടെ, കർത്താവാകുന്ന ഏണിയിലൂടെ നമ്മളെ ഒരു ദിവസം കർത്താവ് നടന്നതുപോലെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ എന്താ അവിടെ നമ്മൾ വായിക്കുന്നേ? ആകാശം ഭൂമിക്ക് 55-ന്റെ 8-ാമത്തെ വാക്യം എന്റെ വഴികൾ പോലെ നെഹോ വരല ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 9-ാമത്തെ വാക്യം ആകാശം എന്നുള്ളതിന് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ, സ്വർഗം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. കർത്താവാകുന്ന ആ വഴിയിലേക്ക് വന്നെത്തിപ്പെടുവാൻ, കർത്താവാകുന്ന ഏണിയിലേക്ക് കയറി കർത്താവിന്റെ വിചാരങ്ങൾ നമ്മളുടെ വിചാരങ്ങളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളുടെ ജീവിതത്തെ കുറിച്ച് കർത്താവെ, ഞാൻ തന്നെ എന്റെ ഈ സ്വയജീവനെ കാത്തുരക്ഷിച്ച് എന്റെ ദേഹിയെ അത് കളയാൻ ഇടവരാതെ കർത്താവെ എന്റെ ഇഷ്ടത്തെ ഞാൻ കളയുന്നു. എന്റെ നിമിത്തം കർത്താവ് എനിക്ക് വേണ്ടി ആ ക്രൂസിൽ എന്തെല്ലാം സഹിച്ചു എന്നുള്ളത് കണ്ട്, എല്ലാത്തിലുപരി നരകാഗ്നി എല്ലാം സഹിച്ച് എനിക്ക് വേണ്ടി എന്റെ നിമിത്തം കർത്താവെ, അവിടുത്തെ നിമിത്തം ഞാൻ കർത്താവ് എന്റെ ആ സ്വന്തം ഇഷ്ടത്തെ ഞാൻ അങ്ങ് മാറ്റിവെക്കുന്നു. എന്റെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ്, ഇപ്പം ഒരു കാർ എങ്ങോട്ടാ പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളാ തീരുമാനിക്കുന്നത്. അപ്പൊ കർത്താവ് എന്റെ നമ്മുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളോടും കൂടെ ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് നിങ്ങളാണോ നിങ്ങളുടെ ജീവിതം ഓടിച്ചുകൊണ്ട് പോകുന്നത്? അപ്പൊ കർത്താവ് അവിടുത്തെ ഇഷ്ടം പോലെ എന്റെ ജീവിതം ഓടിക്കണം. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും. അതാ എനിക്ക് ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറയുമ്പോൾ കർത്താവ് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യണ്ട. എന്റെ പഠിത്തമാവട്ടെ, എന്റെ ജോലി ആവട്ടെ, ഭാവി ആവട്ടെ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അവിടുത്തെ ഇഷ്ടം മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എണിയിൽ കാലെടുത്ത് വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ കർത്താവിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ എന്റേതായി തീരത്തുള്ളൂ. കർത്താവ് എന്റെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് ഞാൻ ചാവി അങ്ങേക്ക് തരുന്നു കർത്താവ്. ഇപ്പം തന്നെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറി കർത്താവ്, ഞാൻ അപ്പുറത്ത് മാറിയിരിക്കാം. കർത്താവ് അവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരുന്നായിട്ട് ഇതുവരെ ഞാൻ യേശുവിന്റെ പടയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അവിടെ ഡിക്കിക്കകത്ത് കയറ്റി കൊണ്ടുപോകുമായിരുന്നു. എന്നാ കർത്താവെ, അവിടുന്ന് അങ്ങനെ ഇരിക്കേണ്ടവനല്ല. അവിടുന്ന് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ടായി തീരണം. യേശുവിന് അഭയ കേന്ദ്രം. കർത്താവെ, ഞാൻ എന്റെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് അങ്ങേക്ക് തരുന്നു, അവിടത്തേക്ക് ചാവി തരുന്നു. അവിടുന്ന് എങ്ങനെയാണോ എന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുവരുക, ഓരോ സ്റ്റെപ്പ് ഞാൻ ഓരോ ഡിസിഷൻസ്, ഓരോ തീരുമാനങ്ങൾ എന്തെടുക്കണം, ഞാൻ എന്ത് ചിന്തിക്കണം, എന്ത് പ്ലാൻ ചെയ്യണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ കർത്താവെ മറ്റുള്ളവരോട് പെരുമാറണം, എല്ലാം കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ കർത്താവെ എന്നെ തന്നെ ജീവനുള്ള യാഗമായിട്ട് തരുന്ന അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് അവിടുത്തെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളാക്കിയാട്ടെ കർത്താവെ. അവിടുത്തെ ചിന്തകൾ എനിക്ക് തന്നാട്ടെ. അവിടുത്തെ വഴി കൂടെ എനിക്ക് നടക്കണം എന്ന് നമുക്ക് പറയാം. കർത്താവ് നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ വിളിച്ച് കർത്താവിന്റെ വഴിയിൽ നടക്കുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അവിടുന്ന് മാറത്തില്ല. യേശു മാറാത്തവൻ നമ്മൾ ആദ്യത്തെ പാട്ടിൽ നമ്മൾ പാടി. കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് ഒരു വേല തുടങ്ങിയെങ്കിൽ അവിടുന്ന് അത് തികയ്ക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. നമ്മൾ കർത്താവിനോട് കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ, കർത്താവിന് ഈൽഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, കർത്താവിനെ സമർപ്പിച്ച് കർത്താവെ അവിടുന്ന് മാറാത്തവനാണെന്ന് വിശ്വസിച്ച്, ആരെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അറിയുന്നു, അവൻ എന്നെ അന്ത്യം വരെ ഉപനിധി, ഞാൻ എന്താണോ എന്റെ കർത്താവിനെ സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ് ഉപനിധിയായ. അത് നമ്മള് 2 തിമോഥെയോസ് 1:12 വായിക്കുന്നതിന്റെ ഉപനിധിയോ സൂക്ഷിച്ചിടുവാൻ തന്നോട് കരങ്ങൾ കഴിവുള്ളതാ. നമ്മള് കർത്താവിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടായി പോകുന്നു. എന്നാൽ നമ്മൾ ഓരോ സമയത്തും വീണ്ടും വീണ്ടും നമ്മെ തന്നെ താഴ്ത്തി ആ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി, കർത്താവാകുന്ന വചനമാകുന്ന കണ്ണാടിയിലേക്ക് തന്നെ നോക്കി, ആ മനോഹരമായിട്ട് ചുവരിലേക്ക് തന്നെ നോക്കി നമ്മളുടെ കുറവുകളെ കാണാനും, കർത്താവെ അവിടുത്തെ വഴികളിലേക്ക് ആ ഏടിയിലൂടെ കർത്താവെ കയറി കർത്താവെ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ കാണുവാനും, സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഈ ഭൂമിയെ കാണാനും ഒക്കെ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ കർത്താവിനെ നമ്മൾ തന്നെ ഏൽപ്പിച്ച്, അവിടുന്ന് ഇന്നലെ ഇന്നും ഒക്കെ അനന്യനാണ്, എന്നേക്കോ അവൻ അനന്യനാണ്. അവിടുത്തെ കൃപ തീരുകയില്ല. അവിടെ തന്നെ കളങ്കമെന്നെ കർത്താവ് എന്നെ അന്ന് കൂടാകൂടി യുഗങ്ങളും പാടുവാൻ എന്നെ സഹായിക്കുന്നുള്ള ഒരു വിശ്വാസത്തോടെ, ഒരു ഉറപ്പോടെ നമുക്ക് ചേർന്ന് പാടാം.
എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. ആരെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ആരെയും അവന്റെ അന്ത്യം വരെ. ആരെ ഞാൻ വിശ്വസിക്കുമെന്ന് ആരെയും അവനന്ത്യം വരെ. എന്നുപനിധി സൂക്ഷിച്ചിടുവാൻ തങ്ങളുടെ കരങ്ങൾ കഴിവുള്ളതാ. എന്നുപനിധി സൂക്ഷിച്ചിടുവാൻ തങ്ങളുടെ കരങ്ങൾ കഴിവുള്ളതാ. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. ഇന്നലെ ഇന്നുമെന്നേക്കും അവൻ അവൻ തൻ കൃപ തീരുകില്ല. ഇന്നലെ ഇന്നുമെന്നേക്കും അവൻ തൻ കൃപ തീരുകില്ല. മഞ്ഞിൽ വന്നവൻ പിന്നീടുള്ളവൻ മഞ്ഞിൽ മന്നവനാ. മഞ്ഞിൽ വന്നവൻ പിന്നീടുള്ളവൻ വന്നിടുമേനിയും മന്നവനാ. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. തണങ്ങൾ മിന്നിയെ ഞാനൊരിക്കൽ പടങ്കു നദിയിൽ കരയിരുന്ന കളങ്കം എന്നിയെ ഞാനൊരിക്കൽ പടങ്കു നദിയിൽ കരയിരുന്ന പാടി സ്തുതിക്കും യുഗങ്ങളോളം പാടി സ്തുതിക്കും പരമനാമം. കൂടി കൂടി യുഗങ്ങളോളം എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. നിത്യവും കാത്തിടാമിൻ നല്ല വാഗ്ദത്തം തന്ന സർവേശ്വരനാ. നിത്യവും കാത്തിടാമിൻ നല്ല വാഗ്ദത്തം തന്ന സർവേശ്വരനാ. അത്യുന്നതന്റെ മറവിൽ വസിക്കും ഗഗനങ്ങൾ ഭാഗ്യമുള്ളോ. അത്യുന്നതന്റെ മറവിൽ വസിക്കും ഗഗനങ്ങൾ ഭാഗ്യമുള്ളോ. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല. എക്കാരണത്താലും എന്നെ കൈവിടില്ല. അതെ കർത്താവേ, ഏത് കാരണത്താലും അവിടെ നിന്നെ കൈവിടത്തില്ലല്ലോ. നീ ഇപ്പൊ എന്റെ കൈ അവിടുന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാലും കർത്താവ് വീണ്ടും എന്റെ കരം വീണ്ടും ചേർത്ത് പിടിച്ച് എന്നെ കൈവിടാത്ത എന്റെ കർത്താവ്. അതെ കർത്താവേ, ആണിപ്പാടേറ്റ എനിക്ക് വേണ്ടി കർത്താവേ വിരിക്കപ്പെട്ട കൈകള്, കർത്താവേ കരങ്ങള്, അത് ഒരു നാളും കൈവിടാത്ത കരങ്ങള്. അതെ കർത്താവേ, നിങ്ങളെ ആ കരങ്ങള് ഞങ്ങളെ ഇടയ്ക്ക് കർത്താവേ ശിക്ഷണത്തിലൂടെ, ചില പരിശീലനത്തിലൂടെ, ചില ഡിസിപ്ലിനിലൂടെ ഒക്കെ നടത്തുമ്പോഴും അത് അവിടുത്തെ സ്നേഹത്തിന്റെ ബഹുസ്മരണമാണെന്ന് കാണുവാന്
ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആ ശിക്ഷണത്തോടെ, ഡിസിപ്ലിനിങ്ങിനോടെ, അവിടുത്തെ ആ ട്രയൽസ് കർത്താവെ ഞങ്ങൾക്കൊരു പ്രൊമോഷന് വേണ്ടിയാണ്. ഞങ്ങളെ ഉയർന്ന ക്ലാസ്സിലേക്ക് കുറച്ചുകൂടെ എന്നെ സ്വർഗീയ വിചാരമുള്ളവനാക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പം ഭൂമിയിൽ വിചാരമുള്ളതായതുകൊണ്ട് എന്റെ ജഡത്തിലെ ചില ഭൗമികമായിട്ടുള്ള പല വിചാരങ്ങളും വഴികളും ഒക്കെ വിട്ട് ഞാൻ കുറച്ചുകൂടെ ആ ഏണിപ്പടി കുറച്ചുകൂടെ കയറുവാൻ തക്കവണ്ണം അവിടുന്ന് ചില പ്രതിസന്ധികളും ചില പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും ഒക്കെ എന്റെ ജീവിതത്തില് കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അവിടെ എന്നെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ആ കോണിപ്പടി കയറുവാൻ വേണ്ടി ഏണിപ്പടി കയറുവാൻ വേണ്ടി കർത്താവിനെ വിളിക്കുവാണ്. ഉയരത്തിലേക്ക് കയറി വരിക എന്ന അവിടുത്തെ വിളിയാണെന്ന് കർത്താവെ അവിടുത്തെ ആ ചെറിയ അടികളൊക്കെ കിട്ടുമ്പോൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, നന്ദി കർത്താവെ അവിടുത്തെ എണിയിലൂടെ തന്നെ കർത്താവെ അങ്ങാകുന്ന എണിയിലൂടെ അങ്ങാകുന്ന വഴിയിലൂടെ കർത്താവെ അവിടുത്തെ ഞങ്ങളുടെ വിചാരങ്ങളായിട്ട് മാറണം. അതെ കർത്താവെ, ഞങ്ങളുടെ മനസ്സ് പുതുക്കി ക്രിസ്തുവിന് മനസ്സുള്ളവരായിട്ട്, ക്രിസ്തുവിന് അതേ ഭാവം ഞങ്ങളുള്ളവരായിട്ട് ഞങ്ങൾക്ക് മാറണം കർത്താവെ. ഞങ്ങള് ഭൗതികമായിട്ടുള്ളതിനെ കർത്താവെ അതിനെ പറ്റിച്ചേർന്നുകൊണ്ടിരിക്കാതെ കർത്താവെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് ഡ്രൈവിംഗ് സീറ്റ് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് വിട്ടുതരുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനോഭാവങ്ങള്, ഞങ്ങളുടെ ലക്ഷ്യങ്ങള്, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം എല്ലാ മേഖലകളെയും കർത്താവെ അവിടുന്ന് കർത്താവെ ഡ്രൈവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാലെ ഞങ്ങളെ നിറച്ച് അവിടുത്തെ വിചാരങ്ങളുള്ളവനായിട്ട് കർത്താവുള്ളവരായിട്ട് കർത്താവെ ആ ജീവന്റെ ചിന്ത, പരിശുദ്ധാത്മാവിന്റെ ചിന്ത ജീവന സമാധാനമായിട്ട് കർത്താവെ അങ്ങനെ കർത്താവ് പരിശുദ്ധാത്മാവ് വരുന്ന ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഓരോ ചൂടും വെക്കുവാൻ അവിടുത്തെ വഴിയിൽ തന്നെ, ആ ഇടക്കവും ഞെരുക്കമുള്ള വഴിയിൽ തന്നെ, ജീവന്റെ പാതയിൽ തന്നെ സൂര്യന്റെ ആ പ്രകാശത്തോളം അധികമായിട്ട് പ്രകാശിക്കുവാൻ തക്കവണ്ണം ആ ജീവന്റെ പാതയിൽ തന്നെ നടക്കുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് തരുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഒരിക്കൽ കൂടി നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. നന്ദി കർത്താവെ, അവിടുത്തെ ശ്രേഷ്ഠ ഉപദേശം തന്ന സിയോനിൽ വാഴുവാനായിട്ട് ശ്രേഷ്ഠ ഉപദേശം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നില്ല. യേശു കർത്താവിന്റെ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.